എത്തിച്ചേരാൻ എത്ര സമയം? ഇംഗ്ലണ്ട് റാണി എവിടെ? ഏത് കമ്പാർട്ട്മെന്റിലാ ഉള്ളത്? ഇംഗ്ലണ്ടിലെ രാജ്ഞി ക്വീൻ എലിസബത്ത് ഈ ട്രെയിനിലാണ് ഉള്ളത്. ഞങ്ങൾ ഇറങ്ങില്ലല്ലോ. അവർ വളരെ രഹസ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാം അവർ ഈ ട്രെയിനിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അവർ എവിടെ ഇരുന്നാലും ശരി, ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചു കൊള്ളാം. മാഡം ക്വീൻ, നിങ്ങളുടെ ഈ സീക്രട്ട് ട്രിപ്പ് ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. റിപ്പോർട്ടേഴ്സും ഇല്ല, പബ്ലിക് അറ്റൻഷനും ഇല്ല. നിങ്ങൾ ഈ ട്രെയിനിലുള്ള കാര്യം എന്നെ ഒഴിച്ച് വേറെ ആർക്കും തന്നെ അറിയില്ല. ക്വീൻ എന്റെയാണ്. ക്വീൻ എന്റെയാണ്. ഇപ്പൊ ഞാൻ ജയിക്കും, കണ്ടോ? പൊളിച്ചെടുത്തല്ല, ക്വീൻ എനിക്കുള്ളതാണ് കേട്ടാ. ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇല്ല, ക്വീൻ എന്റെയാണ്. എന്റെയാണ് ക്വീൻ. ഹാൻസം, ക്യൂനിനെ ഞങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുക. അവർ എവിടെ ഇരുന്നാലും ശരി. അനങ്ങി പോവരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ക്വീൻ എന്റെയാണ്. ഞാൻ ക്വീനെ തരില്ല. ഇത് എന്റെ മാത്രമാണ്. ക്യൂനെ മര്യാദയ്ക്ക് ഞങ്ങളുടെ പക്കലാക്കുക. തരില്ല ഞാൻ. പിടിക്കവനെ. അവൻ അറിയാം ക്യൂൻ എവിടെയാണുള്ളതെന്ന്. തരില്ല ഞാൻ. ക്വീനെ തരില്ല ഞാൻ. ക്യൂൻ ഞങ്ങളുടേതാണ്. ഞങ്ങളുടേതാണ് ക്യൂൻ. ചിങ്കം സാറേ, രക്ഷിക്കണേ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യൻ നിയമമാണ് സത്യം. ചാർജ്. എന്റെ അമ്മ. ക്യൂനെ മര്യാദയ്ക്ക് ഞങ്ങളുടെ പക്കലാക്കുക. എന്താ ഇത് മോട്ടു? ഒരു ക്യൂവിന് വേണ്ടിട്ട് എന്തിനാ വെറുതെ അടി മേടിക്കുന്നത്? അത് അവർക്കങ്ങ് കൊടുത്തേക്ക്. എങ്കിൽ ശരി, ഇന്നാ കൊണ്ടുപോയിക്കോ ക്വീനെ. ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഇട്ട് തല്ലിയത്? ഈ ക്യൂൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ലണ്ടനിലെ റാണിയാണ് ആവശ്യം. ഓ, നിങ്ങൾ ലണ്ടൻ ക്വീൻ അന്വേഷിക്കുകയാണോ? പിന്നല്ലാതെ ഇത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമാ? എടോ, അതിനു വേണ്ടിട്ടാണോ എന്നെ ഇങ്ങനെ ഇട്ട് തല്ലിയത്? ഇപ്പൊ കാണിച്ചു തരാം എന്റെ ഇടി എങ്ങനെയുണ്ടെന്ന്. ഇനി വേണോടാ നിങ്ങൾക്ക് ലണ്ടൻ ക്വീന്? വേണ്ട, വേണ്ട. രക്ഷിക്കണേ. ഞാൻ ആദ്യം കയറട്ടെ. ഇല്ല, ഞാൻ ആദ്യം. അവര് ലണ്ടൻ ക്യൂവിനല്ലേ അന്വേഷിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ക്യൂൻ അപകടത്തിലാണെന്ന് അർത്ഥം. പത്ലു, ക്യൂൻ ഇവിടെ എവിടെയോ ഉണ്ട്. നമുക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ. വേഗം വാ. ഒറ്റ ഒരുത്തനാ വന്നിട്ട് എല്ലാവരെയും അടിച്ചു നിരപ്പാക്കിയിരിക്കുന്നത്. നാണം തോന്നുന്നില്ലേ? പക്ഷേ ബോസ്, ഒരു കാര്യം ഉറപ്പാണ്. ലണ്ടൻ ക്വീൻ ലാസ്റ്റ് കോച്ചിലാണ് ഉള്ളത്. കാരണം ബാക്കിയെല്ലാ കോച്ച് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്റെ പേരാണ് മിസ്റ്റർ കെ. കെ ഫോർ കിഡ്നാപ്പർ. ഞാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂനെ കിഡ്നാപ്പ് ചെയ്യണം. ഈ ജോലി ഞാൻ തന്നെ സ്വയം ഏറ്റെടുത്തേക്കാം. ആരാണ് ഈ സമയത്ത് പടക്കം പൊട്ടിക്കുന്നത്? ഇനി ട്രെയിൻ എഞ്ചിൻ ഡ്രൈവർക്ക് നിർത്തേണ്ടി വരും. ഡ്രൈവർ ചേട്ടാ, എന്ത് പറ്റി? എന്താ പറ്റിയത്? ബോംബിട്ട് പൊളിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോ ട്രെയിൻ നിർത്തിയേ പറ്റൂ. പക്ഷെ ട്രെയിൻ നിർത്തി കഴിഞ്ഞാൽ ക്വീൻ അതൊരു ആപത്തായി മാറിയേക്കാം. ചേട്ടാ, നിങ്ങൾ ആദ്യം ട്രെയിൻ നിർത്ത്. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ബോസ്, അവനാണ് ഞങ്ങളെ എല്ലാരും തല്ലിയത്. നോക്കിയേ, അവന്റെ പേരാണ് മോട്ടു. ഹലോ ഡിയർ, ഐ ആം മിസ്റ്റർ കെ. കെയുടെ അർത്ഥമാണ് കിഡ്നാപ്പിംഗ്. ഞാൻ എന്റെ കിഡ്നാപ്പിംഗിൽ ഒരിക്കലും തോറ്റിട്ടില്ല. മിസ്റ്റർ എം. എം എന്ന് പറഞ്ഞാൽ മോട്ടു. ക്യൂവിനെ കിഡ്നാപ്പ് ചെയ്യുവാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. വേറെ വല്ല പണിയും നോക്ക്. എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ എങ്ങനെ ട്രെയിനിനെ പറക്കാൻ വിട്ടിട്ട് ഞങ്ങളെ പിന്തുടരാൻ പറ്റുമോ? എങ്കിൽ ഞങ്ങൾ പോയി വരട്ടെ മിസ്റ്റർ എം. ഞാൻ നിന്നെ ക്യൂനിനെ കൊണ്ടുപോകുവാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഈ ട്രെയിനിനെ പറപ്പിക്കാനും ഞാൻ മടിക്കില്ലടാ. എന്നെ വെല്ലുവിളിക്കുന്നുവോ? ഒന്ന് നീ ട്രെയിനിനെ പറത്ത് കാണട്ടെ. ഓക്കേ,
ചാലഞ്ച് അക്സെപ്റ്റഡ്. എന്റെ മോട്ടു ട്രെയിൻ എങ്ങനെ പറപ്പിക്കുക? വെല്ലു വിളിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണ്ടേ? നിനക്ക് ഞാൻ വാണിംഗ് തരുന്നു. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ചാർജ്. എന്റെ അമ്മോ! പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. ഡോക്ടർ ജഡ്ക. ആ എന്റെ ചങ്ക, എന്റെ ബ്രോ, അത്ര തന്നെയല്ലേ, ഞാൻ നോക്കിക്കോളാം. ആ ആ ആ ആ ആ ഇത് മതി. ഇപ്പൊ അവിടെ അത്ര തന്നെ. ട്രെയിനിന്റെ 4 ഭാഗത്തും ഞാൻ ഫ്ലൈയിങ് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാരും അകത്തേക്ക് പോകാം. എന്റെ അമ്മോ, ഞാൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിനെ സ്റ്റാർട്ട് ചെയ്യൂ. കുറച്ച് മുന്നേക്ക് പോകും, പിന്നെ പറക്കും. ഓക്കെ, ഞാൻ ഉടനെ തന്നെ ചെയ്യാം. ട്രെയിൻ സ്റ്റാർട്ട് ആവുന്നില്ല. പെട്ടെന്ന് നിർത്തിയോണ്ട് എഞ്ചിൻ ഫെയിലിയർ ആയെന്ന് തോന്നുന്നേ. ഓ, എന്താ ചെയ്യാ? വരൂ, നമുക്ക് പുറകിൽ നിന്ന് തള്ളി ട്രെയിനിനെ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ മോട്ടു, ഇത് കാറല്ല, ട്രെയിനാണ്, ട്രെയിന്. അല്ല മോട്ടു, നിനക്കൊരു ജോലി ചെയ്യാൻ പറ്റും. വേഗം ഈ സമൂസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. സൂപ്പർ. ഇനി എന്താ ചെയ്യാ? എന്ത്? ട്രെയിനിനെ എങ്ങനെ പറപ്പിക്കാൻ സാധിക്കുന്നു? തല്ല് കൊള്ളണ്ടെന്നുള്ളവർക്കൊക്കെ ഇപ്പം ഇതിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടാം. വേഗം വേഗം ആവട്ടെ. നിനക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ ബോസിന്റെ മേലെ കൈ വെച്ച് നോക്ക്. ദേ തൊട്ടല്ലോ. കയ്യല്ലേ വെച്ച്, അത് കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന് അടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ദേ തല്ലുന്നു കണ്ടോ? പറയടോ, ഇനിയും എത്ര വട്ടം തല്ലണം? നീ ഒരു പ്രാവശ്യം അടിച്ചോണ്ട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ വീണ്ടും വീണ്ടും അടിച്ചാണ്ടല്ലോ. നീ എന്റെ സൈഡാണോ അവരുടെ സൈഡാണോ? വെറുതെ സംസാരിക്കുന്നതിന് പകരം അവനെ തല്ലാമല്ലോ. സോറി ബോസ്, അതിനേക്കാളും നല്ലത് ഞാൻ വെള്ളത്തിൽ ചാടുന്നതാ. ഓ ഓ എക്സ്ക്യൂസ് മീ മോട്ടു സർ, ഞാൻ വെള്ളത്തിൽ ചാടണോ അതോ ഹെലികോപ്റ്റർ ഓടിക്കണോ? ചാടിയാ നിന്നെ കൊല്ലും ഞാൻ. നേരെ വേണം താഴേക്ക് ഇറക്ക്. ഓക്കെ. മേഡം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? You are under arrest. മിസ്റ്റർ മോട്ടു, താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. മൈ പ്ലഷർ. ഇനി മിസ്റ്റർ കെയുടെ പേര് മാറ്റി മിസ്റ്റർ ജെ എന്ന് വെച്ചോളൂ. ജെ ഫോർ ജയിൽ. Watch India's largest kids library only on Jio Hotstar. Download the app now.